കേരളത്തിലെ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഇന്നിവിടെ പരിശോധിക്കുന്നത് തെക്കൻ കേരളത്തിൽ അത് ഏത് തരത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ്. അതിൽ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു വെക്കട്ടെ, തെക്കൻ കേരളത്തിൽ ഒരു നേട്ടമുണ്ടാക്കാൻ സാധ്യത LDFന് തന്നെയാണ്. ചില സീറ്റുകളൊക്കെ തന്നെ നഷ്ടപ്പെടുമെങ്കിൽ പോലും LDF അവിടെ ഏതാണ്ട് ഏറെക്കുറെ കഴിഞ്ഞ തവണത്തെ പോലെയുള്ള ഒരു നിലപാടുകളിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സീറ്റ് ലെവലിലേക്ക് തന്നെ അവരെത്തിച്ചേരും. കാരണം 39ഓളം വരുന്ന സീറ്റുകളുള്ള ജില്ലകളാണ് ഒന്ന് തിരുവനന്തപുരം, അതുപോലെ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ തുടങ്ങിയ ജില്ലകൾ. ഈ 4 ജില്ലകളിൽ വലിയ വോട്ടുകൾ, അത് 3-4 സീറ്റുകൾ ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ സീറ്റുകളും തന്നെ LDFനാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യത്തിൽ ഇത് എത്രത്തോളം മാറ്റമുണ്ടാകും എന്നുള്ളതാണ് നമ്മളൊന്ന് പരിശോധിക്കാൻ പോകുന്നത്. മാറ്റമുണ്ടാകുന്നത് ഇപ്പം 4 സീറ്റുകൾ എന്നുള്ളത് വേണമെങ്കിൽ ഒരു 8-9 സീറ്റുകളായി മാത്രമേ മാറാൻ പോകുന്നുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. ഇപ്പം നിങ്ങൾ തിരുവനന്തപുരത്തിൻ്റെ അവസ്ഥ തന്നെ എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് ഇപ്പോൾ നമുക്കറിയാം ശിവൻകുട്ടിയാണ് നേമത്ത് മത്സരിക്കുന്നത്. ശിവൻകുട്ടി നല്ല ഫൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ശിവൻകുട്ടി എന്ന് പറയുന്ന വലിയ ഫാക്ടർ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ നെക്ക് ടു നെക്ക് ഫൈറ്റാണ്. ആര് ജയിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ശിവൻകുട്ടിക്ക് പ്രായാധിക്യമുണ്ട്, അദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ നല്ല ഫൈറ്റ് കൊടുക്കുന്നുണ്ട്. അത് തൊട്ടടുത്ത് BJP ഉറപ്പായും നേടേണ്ടിയിരുന്ന ഒരു മണ്ഡലം വട്ടിയൂർക്കാവാണ്. വട്ടിയൂർക്കാവിൽ പക്ഷേ BJP തന്നെ അത് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. കാരണം ശ്രീലേഖ IPSനെയാണ് കൊണ്ടുവന്ന് നിർത്തിയേക്കുന്നത്. ശ്രീലേഖ IPSനെ ആളുകളൊന്നും വലിയ ഗൗരവത്തിലെടുക്കുന്നില്ല, വലിയ തമാശക്കാരിയായിട്ടൊക്കെ തന്നെ തോന്നുന്നുള്ളൂ. അവരിപ്പോൾ ഡാൻസൊക്കെ കളിച്ച് റോട്ടിലൂടെ പോകുന്നതൊക്കെ നമുക്ക് കാണാം. പിന്നെ അവരുടെ ഡയലോഗൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് ഇത്ര ഗൗരവത്തിലെടുക്കേണ്ട കേസല്ല എന്നുള്ളത് അവർക്കറിയാം. അവിടെ വട്ടിയൂർക്കാവിൽ പ്രശാന്ത് അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഒരുപക്ഷെ BJPക്ക് ഒരു നല്ല കാൻഡിഡേറ്റിനെത്തി പിടിച്ചെടുക്കാൻ കഴിയുമായിരുന്നു. കാരണം കഴിഞ്ഞ ലോക്സഭയിലേക്ക് അവിടെ ഒരു 5000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടായിട്ടുള്ള ഒരു മണ്ഡലമാണ്. പക്ഷേ ഈ മണ്ഡലത്തിൽ വട്ടിയൂർക്കാവിൽ ഇപ്പോൾ പ്രശാന്ത് തോൽക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. അഥവാ തോറ്റാൽ തന്നെ K മുരളീധരൻ്റെ ജയസാധ്യതകൾ താരതമ്യേന കുറവാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. BJPയുടെ ചിത്രത്തിലില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ എടുത്തു വെച്ച് നോക്കിയാൽ തിരുവനന്തപുരത്ത് ആകെ ഉണ്ടായിരുന്ന 2 സീറ്റുകൾ എന്ന് പറയുന്നത് ഒരു സീറ്റ് എന്ന് പറയുന്നത് കോവളത്തുള്ള വിൻസെൻ്റ് മാത്രമായിരുന്നു. അപ്പോൾ ആ വിൻസെൻറ്റും ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു ചലഞ്ച് അവിടെ അഭിമുഖീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. മറ്റേതെങ്കിലും സ്ഥാനാർത്ഥികൾ കോൺഗ്രസിൽ നിന്ന് സീറ്റ് നേടാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ആകെ ഒരേ ഒരു സ്ഥാനാർത്ഥി കുറച്ചെങ്കിലും സാധ്യതകളുള്ളത് CP ജോൺ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം സെൻട്രൽ എന്ന് നേരത്തെ വിളിച്ചുകൊണ്ടിരുന്ന തിരുവനന്തപുരം മണ്ഡലമാണ്. അപ്പോൾ അത്തരത്തിൽ 1-2 കൂടി വന്നാൽ കോവളത്ത് വിൻസെൻറ്റും അതുപോലെ തന്നെ ട്രിവാൻഡ്രത്ത് ഈ പറയുന്ന CP ജോണും മാത്രമേ ജയിക്കാനൊക്കെ സാധ്യതയുള്ളൂ. പിന്നെ കൊല്ലത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാം അറിയാം, കൊല്ലത്ത് കഴിഞ്ഞ തവണ UDF നേടിയത് 2 സീറ്റുകളാണ്. ആ 2 സീറ്റുകളിൽ ഒന്ന് അവിടെ CR മഹേഷ് എന്ന് പറയുന്ന കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള ഒരു യുവ തുർക്കിയായിരുന്നു അദ്ദേഹം ഇത്തവണയും ജയിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം വളരെ ജനകീയനാണ് എന്നുള്ളതാണ് ഒരു വാസ്തവം. പിന്നെ അവിടെ മത്സരിക്കുന്നത് മിക്കവാറും CPIക്കാരാണ്. അപ്പോൾ CPI വലിയ കനത്ത മത്സരമൊന്നും കൊടുക്കില്ല. അതുകൊണ്ട് CPI അവിടെ നിന്ന് തോക്കാനാണ് സാധ്യത. CR മഹേഷ് ഉറപ്പായിട്ടും ജയിക്കും. പിന്നെ രണ്ടാമത് കഴിഞ്ഞ തവണ അവിടെ ജയിച്ചിട്ടുള്ള ഒരു മണ്ഡലം എന്ന് പറയുന്നത് PC വിശ്വനാഥ് മത്സരിച്ച് ജയിച്ചിട്ടുള്ള കുണ്ട്രയാണ്. ഈ കുണ്ട്രയിൽ ഒരു വലിയ പ്രത്യേകതയുണ്ട്. കുണ്ട്രയിൽ ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ വലിയ അനുകൂലമായിട്ടുള്ള തരംഗമൊക്കെ ഉണ്ടായപ്പോൾ പോലും കേരളത്തിലെ 3 മണ്ഡലങ്ങളിലാണ് യഥാർത്ഥത്തിൽ UDF പുറകിൽ പോയതും LDF മുമ്പിൽ വന്നതും. ആ 3 മണ്ഡലങ്ങളിൽ ഒന്ന് നേരത്തെ ഞാൻ പറഞ്ഞ കോവളമാണ്, രണ്ടാമത്തേത് കുണ്ട്രയാണ്, മൂന്നാമത്തേത് പാലയാണ്. എന്ന് പറഞ്ഞാൽ കുണ്ട്ര അവിടെ വേണമെങ്കിൽ പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് ചുരുക്കം. പക്ഷേ എങ്കിലും PC വിശ്വനാഥ് ചിലപ്പോൾ കഷ്ടിച്ചെങ്കിലും രക്ഷപ്പെടാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ കൊല്ലത്ത് നിന്ന് ജയിക്കാൻ സാധ്യതയുള്ള ഒരേ ഒരാൾ എന്ന് പറയുന്നത് അത് അവർ നിറഞ്ഞു നിൽക്കുകയാണ് കൊല്ലം ടൗണിൽ, അത് എന്ന് പറയുന്നത് ബിന്ദു കൃഷ്ണയാണ്. ആ ബിന്ദു കൃഷ്ണ നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുള്ള പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, അവിടെ ഒരു വലിയ ഗുണവും കൂടി ഉണ്ടായിട്ടുണ്ട്. കാരണം CPM ഒരാവശ്യമില്ലാതെ നേരത്തെ PK ഗുരുദാസൻ എന്ന് പറയുന്ന വളരെ ആദരണീയനായിട്ടുള്ള എക്സൈസ് മന്ത്രിയായിട്ട് പോലും 1 രൂപ ഉണ്ടാക്കാത്ത ഏറ്റവും ഒടുവിൽ വീട് തന്നെ പാർട്ടി വെച്ചു കൊടുക്കേണ്ടി വന്നൊരു പാവ മനുഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് PK ഗുരുദാസൻ എന്നാണ്. അത്തരത്തിലുള്ള ആളുകളൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ നമുക്ക് അത്ഭുതമായിട്ടുള്ള കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ആളുകൾ വിശ്വസിക്കില്ല. കാരണം അങ്ങനെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് മത്സരിച്ച് ജയിച്ച കൊല്ലത്ത് വെറുതെ പോയി വീട്ടിലിരുന്ന് വെച്ചാൽ മുകേഷ് വിളിച്ചുകൊണ്ട് വരികയും അത്യാവശ്യം നല്ല ചീത്തപ്പേര് CPM അവിടെ സമ്പാദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം. കൂടാതെ ബിന്ദു കൃഷ്ണ അവിടെ ആ നഗരത്തിലൊക്കെ തന്നെ നിറഞ്ഞു നിന്നിരുന്നു. പിന്നെ നമുക്കറിയാം ഇത്തവണ കോർപ്പറേഷനും UDF പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ബിന്ദു കൃഷ്ണക്കും ഒരു ചെറിയ ജയസാധ്യത ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ചില മണ്ഡലങ്ങളുണ്ട്, അവിടെയൊക്കെ വെറുതെ മത്സരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ, നല്ല ഫൈറ്റ് കൊടുക്കും. അതെന്ന് പറയുന്നത് ജ്യോതികുമാർ ചാമക്കാലയും നമ്മുടെ KB ഗണേഷ് കുമാറും തമ്മിൽ ഏറ്റുമുട്ടുന്ന പത്തനാപുരമാണ്. അവിടെ വലിയ ഫൈറ്റാണ് നടക്കുന്ന ഒരു പ്രതീതി ഉണ്ടാവും. കാരണം ജ്യോതികുമാർ ചാമക്കാല തൻ്റെ സർവ്വ കയ്യിലുള്ള ആവനാഴിയിലെ എല്ലാ അമ്പും വില്ലും ആയുധങ്ങളും മഴവും ഒക്കെ എടുത്ത് പോരാടുകയാണ്.
പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പത്തനാപുരത്ത് കെ വി ഗണേഷ് കുമാറിനെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് ഏറെക്കുറെ അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പകരം അദ്ദേഹത്തിന് അത്യാവശ്യം ചീത്തപ്പേരൊക്കെ കേരളത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ചീത്തപ്പേര് കൊണ്ട് ചിലപ്പോൾ LDF എവിടെയെങ്കിലുമൊക്കെ തോറ്റാൽ പോലും യഥാർത്ഥത്തിൽ അദ്ദേഹം അവിടെ ജയിക്കും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. അപ്പോൾ അത്തരത്തിലാണ് കൊല്ലത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. പത്തനംതിട്ടയിലാണ് കഴിഞ്ഞ തവണ CPM വലിയ നേട്ടമുണ്ടാക്കിയ ഒരു ജില്ലയാണ് പത്തനംതിട്ട എന്ന് പറയുന്നത്. മുഴുവൻ MLA-മാരെയും അവർക്ക് ജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ജില്ലയാണ്. അവിടെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് കേരളം മുഴുവൻ ശ്രദ്ധിക്കുന്നത് ആറന്മുളയിലാണ്. കാരണം ആറന്മുളയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടെ അബിൻ വർക്കി എന്ന് പറയുന്ന ഒരു യുവ തുർക്കി, അതായത് കോൺഗ്രസിൽ നിന്ന് അത്യാവശ്യം മാന്യമായി കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തിട്ടുള്ള വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ഒരാളാണ് അബിൻ വർക്കി എന്ന് പറയുന്നത്. അബിൻ വർക്കിയാണ് യഥാർത്ഥത്തിൽ നാച്ചുറലി ഈ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആകേണ്ടിയിരുന്നത്. പക്ഷേ അദ്ദേഹത്തിനെ പ്രസിഡൻ്റ് ആക്കിയില്ല. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ബലാത്സംഗ കേസൊന്നുമില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം രാജ്ഭവൻ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ ചെയ്തില്ല, ആക്കിയില്ല. പകരം OJ ജനേഷ് എന്ന് പറയുന്ന ഒരാളെയാണ് ആക്കിയത്. അദ്ദേഹം ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, തൃശ്ശൂർ ജില്ലയിൽ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന അബിൻ വർക്കിക്ക് കൊടുത്തേണ്ട സീറ്റ് അതാണ്. അവിടെ ഈ പറയുന്ന സഭകളുടെയൊക്കെ വലിയ പിന്തുണ വീണ ജോർജിനുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ എങ്കിലും പൊതുജനങ്ങളുടെ ഭാഗത്തൊക്കെ തന്നെ ഒരു ചെറിയ തോതിലുള്ള നെഗറ്റീവ് ഇമേജ് ഉണ്ട്. കേരളം മുഴുവൻ ഉള്ളതുപോലെ തന്നെ ഒരു ആരോഗ്യമന്ത്രി എന്നുള്ള നിലക്ക് അവരെത്രത്തോളം പെർഫോം ചെയ്തു എന്നുള്ള ഒരു കാര്യമൊക്കെ വലിയ സംശയാസ്പദമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അഥവാ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവർക്കെതിരെയുള്ള ഒരു പെർസെപ്ഷൻ ബിൽഡ് ചെയ്യാനായിട്ട് യഥാർത്ഥത്തിൽ മാധ്യമങ്ങളും എല്ലാവരും കൂടി തയ്യാറെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് അവിടെ ഉണ്ട് എന്നുള്ളതൊരു വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. കൂടാതെ പാർട്ടിക്കുള്ളിലുമൊക്കെയുള്ള വലിയ പ്രശ്നങ്ങൾ അവിടെയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സ്വർണ്ണക്കൊള്ള പോലെയുള്ള പ്രശ്നങ്ങൾ, അതിൽ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തത്, പിന്നെ ഇവർ പെട്ടെന്ന് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ക്ഷണിതാവായതടക്കമുള്ള നിരവധി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ കൂടി ചേർന്ന് അവിടെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ അവിടെയും സാധ്യത കൂടുതൽ ഈ പറയുന്ന നമുക്കെല്ലാം അറിയുന്ന പോലെ വീണ ജോർജിന് തന്നെയാണ്. കാരണം ഇനി പക്ഷേ ഒരു 10-13 ദിവസവും കൂടിയാണ് അത് മാറി വരാം. കാരണം ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റ് ആണെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഓർത്തഡോക്സ് സഭയുടെയൊക്കെ പിന്തുണ ഉണ്ടെങ്കിൽ വീണ ജോർജ് തന്നെ ജയിക്കാനാണ് സാധ്യത. അപ്പോൾ ഈ അതേ സഭക്കാരൻ തന്നെയാണ് അബിൻ വർക്കിയെങ്കിൽ പോലും അബിൻ വർക്കിക്ക് അത്തരത്തിലുള്ള പിന്തുണ ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം ഈ കമ്മ്യൂണിറ്റി വൈസുള്ള ബാലൻസും ഐക്യവേഷവും ഒക്കെ വളരെ കൃത്യമായി ഉറപ്പുവരുത്താൻ കഴിയുന്ന ഒരു നേതാവ് പിണറായി വിജയനാണ്. ആ കാര്യത്തിലൊന്നും ആർക്കും സംശയമില്ല. അപ്പോൾ അതെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് നിൽക്കുകയാണ്. വീണ ജോർജിൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ തന്നെ അദ്ദേഹം പഴയ ഓർത്തഡോക്സ് സഭയുടെ സെക്രട്ടറിയൊക്കെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ ഗുണങ്ങളൊക്കെ തന്നെ അവിടെ ഉണ്ട്. പക്ഷേ എങ്കിലും ഒരു പൊതുജന വികാരം, പബ്ലിക് അറ്റ് എ ലാർജ്, അത് എതിരാണെങ്കിൽ വീണ ജോർജ് തോക്കാനുമുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ജില്ലകളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ മറ്റ് ചില മേജറായിട്ടുള്ള മത്സരം നടക്കുന്ന സ്ഥലങ്ങളൊന്നും പത്തനംതിട്ടയിലില്ല. പിന്നെ പഴകുളം മധുവിനെ പോലെയൊക്കെയുള്ള ചില ആളുകളൊക്കെ വന്ന് മത്സരിക്കുന്നു. അവരൊക്കെ ഒരു വേവ് ഉണ്ടെങ്കിൽ മാത്രം, അതായത് ഒരു വലിയ തരംഗമുണ്ടെങ്കിൽ, UDFന് അനുകൂലമായിട്ടുണ്ടെങ്കിൽ മാത്രം ജയിച്ചു പോകുന്ന ആളുകളാണ്. അല്ലാതെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളൊന്നുമില്ല. പിന്നെ കോന്നിയിൽ KU ജനേഷ് കുമാറാണ് മത്സരിക്കുന്നത്. അദ്ദേഹം തന്നെ ജയിക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ കോന്നിയിൽ അടൂർ പ്രകാശ് വന്ന് മത്സരിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ജയിക്കുമായിരുന്നു. കാരണം അടൂർ പ്രകാശ് ഇതുപോലെ 28 അടവും പയറ്റിയിട്ടുള്ള ഒരു ചേകവനായതുകൊണ്ട് അദ്ദേഹം വന്ന് മത്സരിച്ചാൽ അവിടെ ജയിച്ചേനെ. പക്ഷെ അത് സംഭവിക്കാത്തതുകൊണ്ട് ഇതൊക്കെ തന്നെ നടക്കാനാണ് സാധ്യത. ഇനി അടുത്തത് നമുക്കറിയുന്നത് ആലപ്പുഴയാണ്. ആലപ്പുഴയിലാണ് ഇത്തവണ വലിയ വീറുറ്റ പോരാട്ടങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സൈഡ് മുതൽ അങ്ങനെ എടുത്തു തുടങ്ങിയാൽ ഒരു കായംകുളത്ത് നമുക്കറിയാം. കാരണം ലിജു കഴിഞ്ഞ തവണ കണ്ണീരണിഞ്ഞത് നമുക്കറിയാം. കാരണം 3 തവണയും അദ്ദേഹം മത്സരിക്കുന്നത്, 3 തവണയും തോൽപ്പിച്ചു വിട്ടു. ഇനി 4ാമത്തെ തവണയും കൂടി നിങ്ങൾ എന്നെ തോൽപ്പിക്കരുതേ പ്ലീസ് എന്നുള്ള ഒരു ധൈര്യത അദ്ദേഹത്തിലുണ്ടായിരുന്നു. അറിയാതെ കണ്ണ് നിറഞ്ഞു പോയി അദ്ദേഹത്തിന്. കാരണം ഇനിയും തോറ്റാൽ അദ്ദേഹത്തിൻ്റെ ഭാവി എന്താകും എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. പക്ഷേ കായംകുളത്ത് പ്രതിഭ ഹരി എന്ന് പറയുന്ന ഒരു MLA ആണ്. അവർക്കെതിരെ വ്യാപകമായിട്ടുള്ള വിമർശനം പാർട്ടിക്കകത്തുണ്ട്, മറ്റു പല വിവാദങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും അവിടെയുള്ള ചില പ്രത്യേക സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ പ്രതിഭാഹരി ജയിക്കാൻ തന്നെയാണ് സാധ്യത. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ UDFന് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വേവ് അവിടെ ഉണ്ടാകണം എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ പ്രതിഭാഹരി ജയിച്ചിട്ടുള്ളത് 6000-ൽ സംതിങ് വോട്ടിനാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ ഭൂരിപക്ഷമൊന്നും നമുക്ക് പറയാനില്ല. പക്ഷേ എങ്കിൽ പോലും അത് വേണമെങ്കിൽ ലിജുവിന് പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കാര്യം കൂടിയാണ് എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. ഇനി അടുത്തത് അവിടെ ഏറ്റവും വലിയ മത്സരം നടക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് അമ്പലപ്പുഴയിലാണ്. അമ്പലപ്പുഴയിൽ എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് എച്ച്സലാം ഇത്തവണ തോക്കാനാണ് സാധ്യത എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവിടെ വളരെ കൃത്യമായ ഒരു ഫൈറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ എച്ച്സലാം തോക്കാനൊരു സാധ്യതയില്ല. കാരണം എച്ച്സലാമിന് ജയിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഒരു കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള മുസ്ലിം വോട്ട് ബാങ്കുകൾ മൊത്തമായിട്ട് എച്ച്സലാമിന് കിട്ടും. പിന്നെ ഒരു കുറച്ച് വോട്ടും കൂടി പിടിച്ചിട്ടുണ്ടെങ്കിൽ എച്ച്സലാം അവിടെ നിന്ന് ജയിക്കും എന്നുള്ളതാണ് ഒരു നോർമൽ കണ്ടീഷൻ എന്ന് പറയുന്നത്.
പക്ഷേ ജി സുധാകരൻ മത്സരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഒന്ന്, ജി സുധാകരനെ പോലുള്ള ആൾക്ക് ഒരു 5000-ത്തിലധികം വോട്ടുകൾ സ്വന്തമായി സമാഹരിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഒന്ന്. പിന്നെ അഥവാ അങ്ങനെ സമാഹരിച്ചാലും ഇല്ലെങ്കിലും അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളിപ്പോൾ തന്നെ എഴുതി വെച്ചോളൂ, അത് ഉറപ്പായിട്ടും ഈ പറയുന്ന BJPയിൽ നിന്ന് നിരവധി വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടും, NDAയിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സ്പ്ലിറ്റ് അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, BJPയിൽ നിന്ന് NDAയിൽ നിന്ന് 5000-ത്തോളം വോട്ടുകൾ കിട്ടുമെന്ന്. കാരണം കഴിഞ്ഞ ലോക്സഭയിലും അതുപോലെ മറ്റു പല തെരഞ്ഞെടുപ്പുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ പല ഉപദേശങ്ങളുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പല ആളുകളൊക്കെ നേടിയിരുന്നു. അതിപ്പോൾ ഞാൻ പറയുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. പക്ഷേ അത്തരത്തിൽ നേടിയിരുന്നു. അത്തരത്തിലുള്ള സഹായങ്ങളൊക്കെ ലഭിച്ചുകൊണ്ട് അവർ തിരിച്ച് സഹായിക്കാനുള്ള പല സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കോൺഗ്രസിൻ്റെ വോട്ടുകൾ പ്ലസ് ഈ പറയുന്ന ജി സുധാകരൻ നേടാൻ കഴിയുന്ന വോട്ടുകൾ, അതിനേക്കാളുപരി ജി സുധാകരൻ നേടാൻ കഴിയുന്ന BJP വോട്ടുകൾ എന്നുള്ളത് വരുമ്പോഴേക്കും ഒരുപക്ഷെ എസ്സലാം അവിടെ പരാജയപ്പെട്ടാൽ നമ്മൾ അത് ഞെട്ടേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. സിറ്റിംഗ് MLA ആണ്, വലിയ തോതിൽ ജനപ്രിയനായിട്ടുള്ള ഒരു MLA ആണ്, അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിട്ടുള്ള ഒരാളാണ്. ഇതൊക്കെ ശരിയാണെങ്കിൽ പോലും വലിയൊരു അട്ടിമറി നടക്കാൻ സാധ്യതയുള്ളത് ജി സുധാകരൻ്റെ കാര്യത്തിലാണ്. പിന്നെ തൊട്ടപ്പുറത്തേക്ക് വേണമെങ്കിൽ PP ചിത്തരഞ്ജനുണ്ട്, അതുപോലെ അങ്ങോട്ട് പോയാൽ P പ്രസാദുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളെ ഒന്നും തോൽപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. P പ്രസാദിനെതിരെയൊക്കെ മത്സരിക്കുന്ന രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം വലിയ അവിടെ ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യതയുള്ള ആളാണെന്ന് കേൾക്കുന്നു. പക്ഷേ അത്തരം കാര്യങ്ങൾ കൊണ്ടൊന്നും കാര്യമില്ല. കാരണം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയം അമ്പേ പാളിപ്പോയിരിക്കുന്നു ഈ 4 ജില്ലകളിലും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നമുക്കറിയാം ഏറ്റവും ഒടുവിൽ ആലപ്പുഴയിലെ ലാസ്റ്റ് കിടക്കുന്ന മണ്ഡലം എന്ന് പറഞ്ഞാൽ അത് ചേർത്തലയിൽ P പ്രസാദുണ്ട്. ചേർത്തലയിൽ P പ്രസാദിനെതിരെ ആണ് രാജേന്ദ്രൻ മത്സരിക്കുന്നത്. പക്ഷേ P പ്രസാദിന് ജയിക്കാനാണ് സാധ്യത. മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് നമുക്കറിയാം അങ്ങേയറ്റത്ത് കിടക്കുന്ന അരൂരാണ്. ഈ അരൂരിൽ ഇത്തവണ ദലീമയും ഷാനിമോൾ ഉസ്മാനുമാണ് മത്സരിക്കുന്നത്. ഷാനിമോൾ ഉസ്മാനാണ് യഥാർത്ഥത്തിൽ ഒരു നിയമസഭയിലേക്ക് പോകാൻ അർഹതപ്പെട്ട ഒരാൾ. അവർ ഒരുപാട് തവണ നിന്ന് തോറ്റുപോയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇത്തവണയും അവരെ ഉറപ്പായിട്ടും കോൺഗ്രസ്സുകാരെ തന്നെ തോൽപ്പിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കാരണം അവർ ഒന്ന് സീറ്റ് കൊടുത്തതന്നെ വളരെ വിമിഷ്ടപ്പെട്ടാണ്. സീറ്റ് കൊടുക്കുമ്പോഴും അവർ ഉറപ്പുവരുത്തിയിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഇവരെ തോൽപ്പിക്കാനുള്ള എല്ലാ പണികളും അതിനു മുമ്പ്, അതായത് ഈ പറയുന്ന ഷാനിമോൾ ഉസ്മാൻ അവിടെ വർക്ക് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ തോൽപ്പിക്കാനുള്ള എല്ലാ പണികളും എടുക്കാനുള്ള ഒരുക്കം വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ്സുകാരൊക്കെ തന്നെ ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു തരംഗം UDFന് അനുകൂലമായിട്ട് ഉണ്ടായില്ലെങ്കിൽ ദലീമ തന്നെ നിയമസഭയിലെത്തി വീണ്ടും പാട്ടുപാടും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നേട്ടമുണ്ടാക്കും UDF എന്നുള്ളത് നമുക്ക് പറയാവുന്നൊരു കാര്യമാണ്. പക്ഷേ നേട്ടമുണ്ടാക്കുമ്പോൾ അത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വളരെ മോശപ്പെട്ട പ്രകടനത്തിൽ നിന്നും കുറച്ചുകൂടി മെച്ചപ്പെട്ട പ്രകടനത്തിലേക്ക് UDF എത്തിച്ചേരുമെന്നുള്ളതല്ലാതെ ഒരു കാരണവശാലും തെക്കൻ കേരളത്തിൽ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരുപക്ഷെ നിങ്ങളാരും അത്ഭുതപ്പെടേണ്ട, തെക്കൻ കേരളത്തിൽ ഒരു പോളറൈസേഷൻ, ഹിന്ദു പോളറൈസേഷൻ അനുകൂലമായി LDFന് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടിയിട്ട് അത് UDFൻ്റെ ഭരണം വന്നാൽ അത് മുസ്ലിം ലീഗും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയും SDP ഒക്കെ കൂടി ചേർന്ന ഭരണമായിരിക്കുമെന്ന് പറയുന്ന തോന്നലും പ്രചരണവുമൊക്കെ തന്നെ അണ്ടർഗ്രൗണ്ടിൽ അന്തർധാരയിൽ വളരെ സജീവമായി നടക്കുന്ന ചർച്ചകളാണ്. ആ ചർച്ചകൾ കൂടിയാൽ ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തേനേക്കാൾ നേട്ടമുണ്ടാക്കിയാലോ അല്ലെങ്കിൽ അത് തന്നെ നിലനിർത്തിയാലോ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല.